മാനുവലായിട്ട് ചെയ്യുന്നത് പെൻസിൽ കൊണ്ട് വരച്ച് അതിൽ കളർ കയറ്റി അങ്ങനെ ആക്കുന്നതാവും. ഭയങ്കര കഴിവ് തന്നെയാട്ടോ ശരിക്കും. അപ്പൊ ഇത് ഡിസൈൻ ചെയ്യണത് നമ്മൾ തന്നെയാണോ? മിക്കവാറും അതെ. അതിന്റെ ഒരു വർക്ക് ആളുകളുടെ മൃഗങ്ങളുടെ അങ്ങനെയുള്ള പടങ്ങളൊന്നും പാടില്ല എന്നാണ് നിയമം. അപ്പൊ അങ്ങനത്തെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് നല്ല വർക്കുകൾക്ക് പോകാൻ പറ്റും. അതിങ്ങനെ ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലൂബസ്. ഇത് കഴിഞ്ഞ് പിന്നെ സർവീസ് ബസ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഇവിടെ ഡെലിവറി ഫംഗ്ഷൻ വന്നാൽ മതി, അപ്പോൾ പെയിന്റിങ്ങും കഴിയുമോ എന്നൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ കാലമായിട്ട് നമ്മൾ മോഹിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ പ്രകാശിലൊന്ന് പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് പറഞ്ഞാൽ പ്രകാശിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്നത്തെ കണ്ടന്റിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് കണ്ടന്റ് പ്രകാശിൻ്റെ നമുക്ക് ചെയ്യാം. ഇന്ന് പ്രകാശിലെ അത്ര തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യാൻ പോകണം കേട്ടോ. ഇൻ്റർവ്യൂ മാത്രമല്ല, നമ്മുടെ ലൂബസിൻ്റെ പുതിയൊരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി എത്രത്തോളമായി, അതുപോലെ തന്നെ സിനിച്ചേട്ടനൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ യാത്ര നമ്മൾ ബാംഗ്ലൂർ പോയിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ ചെന്നതിന് ശേഷം ലൂബസിൻ്റെ കാഴ്ചകൾ കണ്ടു, ഒപ്പം സിനിച്ചേട്ടനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. നമസ്കാരം. നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും ഇദ്ദേഹത്തിനെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിനി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ചേട്ടാ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ്റെ വീട് എവിടെയായിട്ടാണ് വരുന്നത്? എൻ്റെ വീട് ചാലക്കുടി ഇരിഞ്ഞാലക്കുട ഭാഗത്താണ്, കൊമ്പടിഞ്ഞാവാക്കൽ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. എത്ര വർഷമായി ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ ഒരു 98 മുതൽക്ക് ഈ ഫീൽഡിലുണ്ട്. 98 മുതൽക്ക് ഇരിഞ്ഞാലക്കുടയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു 2000 ആയപ്പോഴേക്ക് ബാംഗ്ലൂരും തമിഴ്നാട്ടിലേക്കൊക്കെ വന്നു. ശരിക്കും ഫേമസ് ആയിട്ടുള്ള വർക്ക് ആദ്യം ചെയ്ത് ഏതാ ഓർമ്മയുണ്ടോ? കല്ലടയിലാണ് സ്റ്റാർട്ടിങ്, നമ്മുടെ സുരേഷ് സാറിന്റെ. അപ്പൊ ശരിക്കും അത് ഏത് വർഷം? അത് 98 തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2000 ആയപ്പോൾ ഇൻഡസ്ട്രിയേറ്റ് വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതലായിട്ട് മറ്റ് ഈ 2 സംസ്ഥാനങ്ങൾക്കും കൂടുതൽ വർക്ക് വന്നു. ഒരുപാട് ആൾക്കാർ കാണും, പിന്നെ അങ്ങനെ ഒരുപാട് വർക്കുകൾ കിട്ടും ചെയ്തു. ഓക്കെ. ശരിക്കും ആ കാലഘട്ടത്തിലെ കല്ലടയ്ക്ക് കുറെ കളർഫുൾ വണ്ടികൾ ഇതുപോലെ ഇപ്പം അടിച്ചതിനെ പോലെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഒരു അനിമൽസിന്റെ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ പാമ്പ് എന്തോ ഓർമ്മയുണ്ട് എനിക്ക്. ഇതെന്തോ അതൊക്കെ ചേട്ടൻ്റെ ആയിരുന്നില്ലേ വർക്ക്? അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ടൂറിസ്റ്റ് ബസ് ചെയ്യാൻ തുടങ്ങി. തുടക്കം കല്ലടയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റ് ബസ്സുകളിലേക്ക്. ഈ ബസ്സുകളില് പിന്നെ കുറെ അലങ്കാരങ്ങളും അതുപോലെ മനുഷ്യന്മാര് രൂപം വയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടം 2010 ആ കാലഘട്ടം തോന്നുന്നു അല്ലേ? കളർ കോഡ് വരുന്നവരെ ഒരുപാട് ചിത്രങ്ങള് മിക്കവാറും ഫിലിം ആക്ടേഴ്സിന്റെ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. സണ്ണി ലിയോന്റെ ആരൊക്കെ കുറച്ച് അങ്ങനത്തെ ആൾക്കാർ അല്ലെ, പോൺ ആക്ട്രസിന്റെ വരെ അങ്ങനെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നു അല്ലെ? ഞാനത് ഓപ്പണായിട്ട് ചോദിക്കുന്ന വേറൊന്നുമല്ല. അല്ല, ആ കാലഘട്ടത്തിൽ കുറെ ഒരുപാട് അങ്ങനത്തെ വന്ന കാരണമായിരിക്കും ചിലപ്പോ പിന്നീട് അത്. തീർച്ചയായിട്ടും. അതായത് എന്ത് കാര്യത്തിനും ലിമിറ്റ് വേണം. ആ ലിമിറ്റ് വിട്ടുപോയി. അത് സൈഡ് ബോർഡിലെ ഗ്രാഫിക്സിന്റെ കാര്യത്തിലും പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ, പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ കാര്യത്തിലെല്ലാം ലിമിറ്റ് വിട്ടുപോയപ്പോഴാണ് ഒരു നിരോധനം ഇതിലേക്ക് വന്നത്. എന്നോട് പലതവണ അങ്ങനെയുള്ള സണ്ണി ലിയോൺ അങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കുറേ ചിത്രങ്ങൾ വരയ്ക്കാൻ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിന് നിന്നിട്ടില്ല. എന്ന പോലെ തന്നെ കഞ്ചാവിൻ്റെ അല അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ പല ആൾക്കാർക്കും പല ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ വരയ്ക്കാനുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഒരു എത്തിക്സ് ആണല്ലേ എല്ലാത്തിനും. പിന്നെ ഇത് എനിക്കും അതേ അഭിപ്രായമാണ്. കുറച്ച് ഓവറായിരുന്നു അല്ലേ ടൂറിസ്റ്റ് ബസ്സിൽ? കുറെ അല്ലെ ഓവറായിട്ട് അല്ല, ഈ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും അല്ലെ എല്ലാം അതിന്റെ സീമ വിട്ടുപോയി. അതാണ്, അത് പരിധി ഉണ്ടല്ലോ, ആ പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നിരോധനം ആവശ്യം തന്നെയാണ്. ശരിക്കും ആ സമയത്ത് നിരോധനം വന്നപ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, കാരണം എനിക്കും തോന്നിയിരുന്നു. അത് പല ആൾക്കാരും ഒരുപാട്
കൂടുതൽ വൾഗറായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത് അതിന് നിരോധനം വേണമെന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴും ചെയ്യാവുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ഒരു അതോറിറ്റി മുമ്പിൽ അനുവാദം മേടിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും അവർക്ക് അനുവദിക്കാവുന്നുള്ളൂ. അതെ അതെ ശരിയാണ്. ശരിക്കും ഇപ്പൊ ഈ വണ്ടിയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ലൂബസാണ്. അപ്പോ ശരിക്കിത് വെറും കളറ് മാത്രമായിട്ട് വെള്ള നീല മഞ്ഞ അങ്ങനെ മാത്രം അടിച്ച് വന്നാലും കളർ കോഡ് അല്ലാതെ വന്നാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും അതിനോട് അഭിപ്രായം എന്താ? അല്ല, ഒറ്റ കളർ അടിച്ചു വരുമ്പോ അതിൽ പ്രത്യേകത ഒന്നുമില്ലല്ലോ. അത് വൈറ്റ് അടിക്കുന്ന പോലെ തന്നെ ഒരു റെഡ് കളർ അടിച്ചു, യെല്ലോ അടിച്ചു, അതിൽ കാര്യമില്ല. ഗ്രാഫിക്സ് വരുമ്പോഴാണ് വണ്ടി നമുക്ക് ഒരു കാണുന്ന ഒരാൾക്ക് മനസ്സിൽ നിൽക്കണം. ഒരു വണ്ടി കടന്നു പോകുമ്പോൾ അത് മനസ്സിൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫിക്സ് ചെയ്യുന്നത്. നമ്മള് നിറമുള്ള ഉടുപ്പിടുന്ന പോലെ തന്നെ. അതെ ശരിക്കും അല്ലേ? അതെ അത് കറക്റ്റ്. അതാണ് അതിന്റെ ഒരു അല്ലെ, നമ്മുടെ ഡ്രസ്സ് ഇടുന്ന പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോ അല്ലെ, കല്യാണത്തിനൊക്കെ പോകുമ്പോ അതന്നെ ഒന്ന് നോക്കുമല്ലോ. ശരിയാണ്, അതാണ്. അപ്പൊ ഇത് ഈ വരയും സംഭവമൊക്കെ എങ്ങനെയാണ് പഠിച്ചതൊക്കെ? ശരിക്കും എനിക്ക് മറ്റേ സിനിച്ചേട്ടനെ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ നേരിട്ടിട്ട് കാണണം വിചാരിക്കുന്നു. അപ്പൊ ഇന്നാണ് അതിന് പറ്റിയത്. അപ്പൊ എങ്ങനെയാണ് ഈ വരയിലേക്കൊക്കെ എത്തിയത്? ഞാന് 84 ഡിപ്ലോമ കഴിഞ്ഞാണ്. പെയിന്റിങ്ങിന്റെ ഡിപ്ലോമ കഴിഞ്ഞാണ്. സ്പ്രേ പെയിന്റിങ് അല്ല, അത് മറ്റേ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയെന്ന് പറയും. സ്കൂൾ ടീച്ചറാവാനും അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ കിട്ടാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അത്. പക്ഷേ അതിനുശേഷം ഇരിഞ്ഞാലക്കുടയിൽ മറ്റേ ഇതായിരുന്നു, അഡ്വർടൈസിങ് കമ്പനിയായിരുന്നു. അഡ്വർടൈസിങ് കമ്പനിയിൽ കോഡിങ്സിൻ്റെ വർക്കുകളും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്ലക്കാർ ബസ്സിലേക്ക് ഈ ഫീൽഡിലേക്ക് തിരികെ ചെയ്തത്. കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മറ്റേ കോഡിങ്സിനൊക്കെ ഫ്ലെക്സിൻ്റെ ഇതിലേക്ക് മാറുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഈ ഫീൽഡ് മാറി ഇതിലേക്ക് വന്നു. അത് കറക്റ്റ് സമയമായിരുന്നു അല്ലേ? അപ്പൊ ശരിക്കും ഇത് ഇൻട്രസ്റ്റ് നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവണല്ലോ, അല്ലാതെ ഇപ്പൊ ഇതിലേക്ക് വരാൻ പറ്റില്ലല്ലോ. കുറച്ച് നമുക്ക് വര അറിയണ്ടേ അല്ലേ? അത് ആർക്കും പാട്ട് പാടാം, പക്ഷെ എല്ലാവരും പാടുന്നത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. അതിൽ കൂടുതൽ മനസ്സർപ്പിക്കുന്നവർക്ക് കൂടുതൽ തെളിയാൻ പറ്റും. അത്രയ്ക്ക് അതിൽ പറയാൻ പറ്റും. ഇതിലിപ്പോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ശിഷ്യന്മാരോ ആരെങ്കിലും ഒക്കെ? അങ്ങനെ പഠിപ്പിക്കലായിരുന്നില്ല, കൂടെ വർക്ക് ചെയ്യുന്നവര് പിന്നെ പുതുതായിട്ട് തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഭയങ്കര റിസ്കി ആണല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വർക്കല്ലേ? മുൻകാലങ്ങളിലൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു ബസ്സിന്റെ വർക്ക് തീർന്നതാണ്. 10, 13, 14, 15 ദിവസമൊക്കെ. അതെന്തുകൊണ്ടാണ്? അത് വർക്കിന്റെ സ്റ്റൈല് മാറി. ആദ്യമൊക്കെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഫിഗേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ വർക്കിന്റെ കാഠിന്യം കൂടി വന്നു. അതായത് ഒരു ഇത് കഴിയുമ്പം ഒരു സീസൺ കഴിയുമ്പോൾ അതിനേക്കാളും നല്ലത് വേണം. ആ രീതിയിൽ വർക്കുകൾ കൂട്ടി ഇപ്പൊ ഫുള്ള് ഹെവി വർക്ക്. ശരിക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ വണ്ടിയുടെ കാര്യമാണെങ്കിൽ കുറെ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കുന്ന കാണാറുണ്ട്. ഈ ലൈറ്റ് കുറെ കാലം ഒരു 4, 5, 6 മാസം കഴിയുമ്പോ ഇതിനത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് പിന്നെ വേറെ വീണ്ടും പിടിപ്പിക്കുക അവര് അല്ലെ? ശരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ ആയിക്കൊണ്ട് എന്നിട്ട് അത് എത്രയോ ലക്ഷത്തിന് മേടിച്ച സാധനം അത് നിസ്സാരമായിട്ട് അത് കളഞ്ഞു വീണ്ടും വേറെ ഡ്രൈവർമാര് പറയും ഇതാ അവര് മറ്റൊരു പിടിപ്പിച്ചു. ശരിക്കും അങ്ങനെ കോമ്പറ്റീഷൻ വന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കളർ കോഡ് മാത്രമല്ല, ഇപ്പൊ ശരിക്കും ഒരു കണക്കിന് അങ്ങനെ എല്ലാവർക്കും കോമ്പറ്റീഷൻ ഇല്ലാതെ ഓടാൻ പറ്റില്ലേ? കോമ്പറ്റീഷൻ ഇല്ലാതെ ഓടാൻ പറ്റും. പക്ഷേ ഇപ്പൊ പെണ്ണ് കാണാൻ വരണ ഒരാളടുത്ത് പോയപ്പോഴും പറയാം, പെണ്ണ് കാണാൻ വരണ പോലെയാണ് വണ്ടിയുടെ എവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടൊക്കെ നോക്കി സെറ്റ് ഉണ്ടോ ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഓട്ടം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് പാക്കേജ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പാക്കേജുകളൊക്കെയും അങ്ങനെ തന്നെയാണ് കുട്ടികൾ നോക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അത് ആ രണ്ട് വിഭാഗങ്ങളാണല്ലേ? അതാണ്. പിന്നെ ഇത് ഇനിയിപ്പോ പ്രകാശിൽ ഇനിയിപ്പോ കുറെ റെസ്ട്രിക്ഷൻസ്, പുതിയ മോഡൽ വണ്ടികളൊക്കെ വരാൻ പോകും അങ്ങനെ കേട്ടു. 12 മീറ്ററിൽ മാത്രം വണ്ടികൾ. അതെ, ബോഡി കോഡ് വരാൻ പോകുന്നുള്ള ഇത് പറയുന്നുണ്ട് ഇവിടെ. അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിരോധനങ്ങൾ എന്തെങ്കിലും വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് ബോഡി കോഡ് നിലവിൽ വന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ഒരു ബസ്സിനെ ഈ രീതിയിലൊക്കെ അടിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഈ വണ്ടിയിൽ ഇത് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കിട്ടുന്നു, അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വരച്ചിട്ടേക്കാണല്ലേ? അതൊക്കെ ഞാൻ മാനുവലായിട്ട് മാനുവലായിട്ട് ചെയ്യുന്നത്, പെൻസിൽ കൊണ്ട് വരച്ച് അതിൽ കളർ കയറ്റി അങ്ങനെ ആക്കണതാ. ഭയങ്കര കഴിവ് തന്നെയാട്ടോ ശരിക്കും. അപ്പൊ ഇത് ഡിസൈൻ ചെയ്യണത് നമ്മൾ തന്നെയാണോ? മിക്കവാറും. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെയാ ഇതിൽ കൂട്ടുക? കളറുകളൊക്കെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്സിംഗ് എല്ലാം കമ്പനിയുടെ പ്രൈമറി കളേഴ്സ് യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പ്രൈമറി കളേഴ്സ് വാങ്ങി പിന്നെ എല്ലാം മിക്സിങ് സ്വന്തമായിട്ട് ചെയ്യും. എന്നിട്ട് ആ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇതില് എങ്ങനെ സ്പ്രേ പെയിന്റ് ചെയ്യും? അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയല്ലേ ശരിക്കും. അതൊരു നല്ലൊരു കഴിവ് തന്നെ കേട്ടോ. അല്ല ഇപ്പോ ചേട്ടന് ഭയങ്കര അത് സിമ്പിൾ ആകും, പക്ഷെ ബാക്കി കാണുന്നവർക്ക് എന്തോ ശരിക്കും കേരളത്തില് ഇപ്പൊ സിനിച്ചേട്ടൻ തന്നെയാണ് ടോപ്പ് അല്ലേ? വേറെ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നില്ല. അല്ല ഏത് ടൂറിസ്റ്റ് ബസ് സൈഡില് സിനി ചേട്ടന്റെ പേരുണ്ടാവും. അപ്പോ ഇതിൽ ശരിക്കും എത്ര ലക്ഷം ചെലവ് വരുന്നുണ്ട് ഓരോ വർക്കിന്? അതൊരു വർക്ക് അനുസരിച്ചാണ്, പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ ഞാൻ പറയുന്നത് ഞാൻ അപ്പൊ അതാണ് മനസ്സിലാക്കിയോളൂ. ഓരോ വർക്ക് അനുസരിച്ചിട്ടാണ് ഓരോന്നിനും റേറ്റ് വരിക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിനിച്ചേട്ടനൊക്കെ വേണ്ട വിധത്തില് ഒരു എന്താ പറയാ പൊന്നാട കൊടുത്ത് സ്വീകരിക്കാന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ അത്രയും ടൂറിസ്റ്റ് ബസ് ശരിക്കും ഇപ്പൊ ഫാൻ പിള്ളേരുകൾ കുറെ ഉണ്ട് അല്ലെ? ശരിക്കും ഈ ഫാൻ പിള്ളേരുകൾ വരാൻ കാരണം ശരിക്കും സിനിച്ചേട്ടൻ കാരണമാണ് അല്ലെ? ഇത്രയും വണ്ടിക്ക് ഇത്രയും ഭംഗി കൂട്ടിയിട്ട് വരുന്ന ആൾ ഇദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിലെന്താ ഞാൻ ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ, ഇനിയിപ്പോ ലൂബസിന് ഇവർക്ക് ഇനിന്താ നൈറ്റ് സർവീസ് വണ്ടി എന്തോ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കിട്ടിയ അറിവ് വെച്ചിട്ട് നെക്സ്റ്റ് നെറ്റ് സർവീസ് എടുക്കാനുള്ള പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അവരുടെ വർക്ക് നമുക്ക് ഇനി ആവൂല. പിന്നെ 1S അങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യാനിരിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ആകെ തിരക്കിലാണ്. ഞാൻ ഈ തിരക്കിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ഒരു ക്ലിപ്പ് ബൈറ്റ് നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് ഇരിങ്ങാലക്കൂടെയാണ് അദ്ദേഹത്തിന്റെ വീടെന്ന്. വീട്ടില് ആരൊക്കെ ഉണ്ട്? പിന്നെ വീട്ടില് വൈഫ്, 2 മക്കൾ. എന്ത് ചെയ്യുന്നു മക്കളൊക്കെ? അതെ അല്ലേ? അപ്പൊ ഫുൾ സെറ്റിൽഡ് ആണ്. പിന്നെ ഇതൊരു പാഷൻ കൂടി അല്ലേ? ശരിക്കും അത് ശരിക്ക് ഒരു ഒരു ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ അതല്ല എന്ന് മുന്നേ തോന്നി പലപ്പോഴുമായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതെ. ചിലപ്പം മനീഷേട്ടന്റെ വണ്ടി ഇപ്പൊ പണ്ട് മേഴ്സിഡസ് ബെൻസ് ഉണ്ടായിരുന്നല്ലോ, അതുമ്പോ ഇപ്പോഴും ആ വണ്ടി അവിടെ കൊച്ചിയിൽ കിടക്കുന്നുണ്ട്. ഞാന് അത് ഇപ്പോഴത് ഒന്നും പറ്റിയിട്ടില്ലേ, ആ പുലി എന്താ വരച്ചിട്ടില്ലേ അത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക അത് എന്താ വർക്ക്, അത് ശരിക്കും പെർഫെക്ഷൻ ഭയങ്കര തന്നെ. അതുപോലെ തന്നെ ഓരോരോ വർക്കും ഒന്നിനൊന്നിനും ബെറ്റർ ആണ്. അപ്പോ ഇത് വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ, അത് ശരിക്കും അംഗീകരിക്കേണ്ടത്. പല വർക്കുകളും അത് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ് സങ്കടം. നല്ല ഇഷ്ടപ്പെട്ട കുറെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഈ കളർ കോഡ് വന്നപ്പോ മാച്ച് കളഞ്ഞു. അത് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവില്ല ആ സമയത്തൊക്കെ കളർ കോഡ് വിഷയം വന്നപ്പോ? അത് ശരിയത്, അത് ശരിക്കും അതെ. നമ്മളിപ്പോ ഒരു ഓണക്കാലത്ത് ഒരു പൂവ് ഇട്ടിട്ട് കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ അത് എല്ലാം കളയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അപ്പൊ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്ത ശരിക്കും അതെ. അപ്പോ ഇതൊക്കെയാണ് സിനിച്ചേട്ടനെ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഞാൻ ഇനി പറയാനുണ്ടോ? എനിക്ക് ഇന്റർവ്യൂ പോലും അല്ല അവിടെ, ഞാൻ സിനിച്ചേട്ടനെ കണ്ടപ്പോ അങ്ങനെ ചോദിച്ചു മാത്രം. ഞാൻ ഇദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മുന്നേ നമ്മള് നമ്പറും കാര്യങ്ങളും ഞാൻ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഓരോ വർക്കിനൊക്കെ ആയിട്ട്, അല്ലാതെ കണ്ടിട്ടില്ല. ഈ വർക്ക് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫീൽഡാണ്. കാരണം അതുവരേക്കും ഒരു 90കളിലൊക്കെയും അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെയും വണ്ടികളിൽ ഒറ്റ കളർ അടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഈ ഫീൽഡ് ഓപ്പൺ ആയതിനു ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ജോലി കിട്ടി. ഈ ഫീൽഡിലിപ്പോൾ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വർക്ക് ചെയ്യും. അത് വല്ലാത്തൊരു സംതൃപ്തിയാണ് ശരിക്കും. അത് ഞാൻ തുടങ്ങിയില്ലെങ്കിലും മറ്റാരും തുടങ്ങും അത്, പക്ഷെ ഞാൻ കാരണമായതിൽ ഒരു തൃപ്തിയുണ്ട്. ശരിക്കും അത് ചേട്ടൻ തന്നെയാണ് ആദ്യം തുടങ്ങി വെച്ചല്ലേ? അപ്പൊ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഇത്ര പേരാണ് ഇപ്പൊ അല്ലെ? തമിഴ് വണ്ടികളാണ്, കർണാടക വണ്ടിയാണെങ്കിലും എല്ലാം ഇപ്പൊ അല്ലെ? അത് ശരിക്കും അവരെല്ലാവരും നല്ല നിലവാരത്തിൽ ജീവിക്കുന്നുണ്ട്. അതെ. ഭയങ്കര തന്നെ, അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആർട്ടിസ്റ്റുകളും ഈ ഹോർഡിങ്സും അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ഈ ഫ്ലക്സ് എല്ലാം വന്നതിന് ശേഷം പെട്ടെന്ന് അവരുടെ ജോലി പോയും അവർക്ക് ഇതിലേക്ക് തിരിയാൻ സാധിക്കുകയും ചെയ്തത് അവർക്കൊരു നല്ലൊരു അവസരമായിരുന്നു.
അല്ലെങ്കിൽ മറ്റു പലർക്കും പല ഹൗസ് പെയിന്റിങ് അങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോകേണ്ടി വന്നതാണ്. നെക്സ്റ്റ് അതാണ് ചോദിക്കാൻ വിട്ടത്. ഞാൻ ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഈ പെയിന്റിങ് തന്നെ പല ടൈപ്പ് പെയിന്റിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഹൗസ് പെയിന്റിങ്, പിന്നെ എന്താ പറയാ ഈ മതിലുമൊക്കെ അടിക്കുന്ന ടൈപ്പ് പെയിന്റിങ്, പിന്നെ ഇപ്പൊ ഈ വണ്ടികളുടെ പെയിന്റിങ്. അപ്പൊ ഈ പെയിന്റിങ് ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ സാധാ പെയിന്റർമാർക്കൊക്കെ ഇത് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ, അതോ ഡിഫറെന്റ് ആണോ ഓരോ പെയിന്റിങ്ങും? പഠിച്ചെടുക്കാൻ പറ്റും, പഠിച്ചെടുത്ത് ചെയ്യാനും പറ്റും. ഒരുപാട് ആൾക്കാർ ചെയ്യണ്ടല്ലോ. അത്യാവശ്യം ഒരു ടാലന്റ് ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ എത്രത്തോളം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം തെളിയാൻ പറ്റും എന്നുള്ളത് അവരുടെ കഴിവിന് അനുവദിച്ചിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ട്, പക്ഷെ പലരെ പാടുന്നതും പല രീതിയിലല്ലേ. അതെ 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 ശരി. അതെ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ ഈ ഒരു കല എന്ന് പറഞ്ഞൊരു മറ്റേ ഫോട്ടോഗ്രാഫി സിനിമയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ അല്ലേ. ഇത് കുറെയൊക്കെ നമ്മുടെ ഒരു ഐഡിയ കൂടിയും വേണം. ഇത് താരതമ്യേന എളുപ്പമാണ്. ഇപ്പൊ ഒരു പുതിയൊരാള് വരുമ്പോഴും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടല്ലോ. ഒരു ഗണ്ണും 2 ഗണ്ണും മേടിച്ച് ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഒരു തൊഴിൽ മേഖല തുറക്കാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പുതിയ തലമുറയ്ക്ക് എന്താ ഇങ്ങനെയുള്ള അവരത് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്നാണോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. കാരണം ഒരു അത്യാവശ്യം ടാലന്റുള്ള ആൾക്ക് വർക്കുകൾ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഗവൺമെന്റിന്റെ നിലപാട് അതിന് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോ. ഇനി എങ്ങനെ നാളെ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇത് തുടർന്ന് പോകും. അപ്പൊ തമിഴ്നാട്ടിലൊന്നും ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇനി നാളെ എങ്ങനെയൊന്നും അവിടുത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ പുതിയ ബോഡി കോഡിന്റെ ഇതൊക്കെ വന്നാലേ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ എല്ലാ വണ്ടി ഒരേ കളറൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴേ പ്രശ്നമല്ലേ. ഒരു സ്ഥിരത ഇല്ലാണ്ടായി ഒരു ഉറപ്പില്ലാത്തൊരു വർക്ക് പോലെ ആയി ഒരു തോന്നലുണ്ട്. സ്റ്റിക്കർ വർക്ക് അതുപോലെ തന്നെയായിരുന്നു അല്ലേ. നമുക്ക് അത് കുറെ ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇല്ലാതെയാവും, വീണ്ടും അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാം ഉണ്ടാവും, പക്ഷെ എത്രത്തോളം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ കേരളത്തിലെ വണ്ടികൾ ഓൾ ഇന്ത്യ പെർമിറ്റിംഗ് വണ്ടികൾക്ക് മാത്രമേ കളർ അടിക്കുന്നുള്ളൂ. അതിൽ തന്നെ പടങ്ങളൊന്നും പാടില്ല എന്ന് നിയമമുണ്ട്. എന്തെങ്കിലും ഗ്രാഫിക്സ് ഡിസൈൻസ് മാത്രമേ പാടുള്ളൂ. പടങ്ങൾ ജീവനുള്ളതോ അല്ലെങ്കിൽ അതായത് ആളുകളുടെ മൃഗങ്ങളുടെ അങ്ങനെയുള്ള പടങ്ങളൊന്നും പാടില്ല എന്നാണ് നിയമം. അപ്പൊ അങ്ങനത്തെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് നല്ല വർക്കുകൾക്ക് പോകാൻ പറ്റും. അത് പറ്റുന്നില്ല ഇപ്പൊ. ഇനിയിപ്പോ ഇതിലും കൺട്രോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ETP എടുത്താലും അല്ലേ. ശരിക്കും നമുക്ക് ഇനി ഒരുപാട് നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ട് ശരിക്കും ചെയ്യാനൊക്കെ. പക്ഷെ ഈ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു മാത്രല്ലേ. ശരിക്ക് വർക്ക് ചെയ്യണതിന്റെ ഒരു ബിറ്റ് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നമുക്ക്? അടിക്കാൻ തുടങ്ങിയിട്ടില്ലേ തോന്നുന്നു അല്ലേ? അതെ അല്ലേ. അപ്പൊ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ശരിക്കും പുതിയ ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടനെ വേണ്ട വിധത്തിൽ ആരും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കുറെ ബ്ലോഗർമാരൊക്കെ എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ശരിക്കും ഇദ്ദേഹത്തിനൊക്കെ ശരിക്കും പൊന്നാടായിട്ട് സ്വീകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. കാരണം ഈ ഒരു കൈ കൊണ്ട് ആള് വരച്ചു വെച്ചിട്ടുള്ള മാതിരി ഭയങ്കര പ്രതിഭയാണ്. പക്ഷേ അതൊക്കെ ഒരു 1000-ൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ പെട്ടൊരാളാണ് ഇദ്ദേഹം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നാണ് എനിക്ക് അതിനുള്ള അവസരം ദൈവം തന്നത്. എന്തായാലും ദൈവ സർവേശ്വരത്തിന് നന്ദി പറയുകയാണ് ഇതിന്. നീ ചേട്ടൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടന്റെ സമയം അധികം കളയാനില്ല. അപ്പൊ എന്നെ 10-15 മിനിറ്റ് ആയിണ്ടാവുമല്ലോ. തിരക്കാകൂലേ ഫുൾ ടൈം? കഴിവുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് വർക്ക് എപ്പോഴും ചേട്ടൻ ചെറിയുണ്ട്. സിനിചേട്ടൻ എപ്പോഴും ഒരു ഗൗരവമാണെന്ന് ചിലർ പറഞ്ഞേക്കണം. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര ഇവിടെ വന്ന് കയറിയപ്പോൾ പിന്നെ ചായയൊക്കെ തന്നു, റസ്കൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരു വൈകുന്നേരത്താണ് വന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഒരു ഇങ്ങനെയാണ്, ആള് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അല്ലേ. അപ്പോൾ താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ പറ്റിച്ച അദ്ദേഹത്തിന്റെ ഒരു വരയ്ക്കണതിന്റെ ഒരു ബിറ്റ് കൂടിയും കാണിച്ച് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു സിനിചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഇനിയും വരട്ടെ, നല്ല നല്ല വർക്കായിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഈ സിനിചേട്ടനെ കുറച്ച് വർക്കുകൾ കണ്ടാലോ നമുക്ക്. എന്തായാലും ഇദ്ദേഹം ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ശരിക്കും കുറെ യൂട്യൂബേഴ്സും ശരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ വർക്കുകൾ ഫോട്ടോസ് എനിക്ക് അയച്ചപ്പോൾ എനിക്കിതിന്റെ വീഡിയോ പാർട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിരുന്നു. എനിക്ക് ഫോട്ടോസാണ് അദ്ദേഹം തന്നത്. അപ്പൊ ഞാൻ ആ ഫോട്ടോസാണ് ഇതിൽ ഉൾപ്പെടുത്തണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പൊ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫാൻ ബേസുകളൊക്കെ കൂടാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ആദ്യം വണ്ടി നന്നായാലാണല്ലോ ബാക്കി സെറ്റും ലൈറ്റും വരുള്ളൂ. അതിന്റെ ബാക്കി പാർട്ടായിട്ട് ഇതുപോലെ സെറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ലൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒപ്പം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു 2-3 സെക്ഷൻ ആൾക്കാർ കൂടി തന്നെയാണ് ഈ ഒരു എന്താ പറയാ ഈ വണ്ടികളോട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിന്റെ ഈ ഒരു ഇപ്പൊ ഉള്ള ഈ കോമ്പറ്റീഷൻ ലെവലിലൊക്കെ എത്താൻ കാരണം ഇങ്ങനെയുള്ള വണ്ടികൾ ഇങ്ങനെ പണിതിറക്കണ കാരണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സിനിചേട്ടൻ ഒരു സംഭവം തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. അദ്ദേഹത്തിന്റെ വർക്ക് നമുക്ക് അടുത്ത് വെച്ച് കാണാൻ പറ്റി. അദ്ദേഹം ഓരോ വർക്ക് ചെയ്യണതൊക്കെ പെയിന്റ് ചെയ്യണതൊക്കെ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ കുറച്ച് ഫോട്ടോസ് അദ്ദേഹം അയച്ചത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയും. എന്തായാലും ആളുടെ എല്ലാ വർക്കുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുള്ള കുറെ വർക്കുകളുണ്ട് കല്ലടയിലൊക്കെ, അതൊന്നും ഇതിൽ അദ്ദേഹം അയച്ചു തന്നിട്ടില്ല. കല്ലടയുടെ ഒരു പാമ്പൊക്കെ നിൽക്കുന്ന ഒരു പച്ച ബസ്സിന്റെ മുകളിൽ പാമ്പ്, അതുപോലെ തന്നെ അങ്ങനെ കുറെ ഓർമ്മകളുണ്ട് എനിക്ക് കല്ലട വണ്ടിയുടെ മുകളിൽ. കല്ലടയാണ് ശരിക്കും ആക്ച്വലി ആദ്യകാലങ്ങളിൽ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തിറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതിനുശേഷം അതിന്റെ ചൂട് വെച്ചിട്ടാണ് ബാക്കിയുള്ള പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളിലേക്ക് ഇത് കടന്നു കയറിയിട്ടുള്ളത്. അതനുസരിച്ച് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് കിട്ടിയ കുറച്ച് ഫോട്ടോസാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ശലഭത്തിന്റെ വണ്ടികളാണ് പിന്നീട് എനിക്ക് നല്ല ഓർമ്മയിൽ അതുപോലെ രാജീവിന്റെ ചേട്ടനാണോ എനിക്ക് അറിയില്ല. രാജീവിന്റെ ഇതുപോലെ പുലിയൊക്കെ നിൽക്കണതുണ്ടായിരുന്നു, ഷൊർണൂർ ചെറുതുരുത്തിയുള്ള ആ രാജീവ്. അതൊക്കെ എനിക്ക് നല്ലൊരു ഓർമ്മയായിട്ട് തോന്നുന്നുണ്ട്. ചേട്ടൻ തന്നെ ആയിരിക്കും. എന്തായാലും എനിക്ക് അറിയില്ല കേട്ടോ അത്. എന്തായാലും ശലഭത്തിന്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശലഭത്തിന്റെ ആദ്യ സ്കാനിയ വണ്ടി ഇറങ്ങിയതും അതുപോലെ തന്നെ മേഴ്സസ് ബെൻസിന്റെ മുകളിലുള്ള ആ വണ്ടിയുടെ മുകളിലുള്ള ആ പുലിയും അതൊക്കെ കാണാനായിട്ട് എന്തൊരു ശരിക്കും ജീവനുള്ള പുലിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ഒന്നിനൊന്ന് ബെറ്റർ ആണ്. മാത്രമല്ല ഇപ്പൊ റീസെന്റ് സമയത്ത് ശലഭത്തിന്റെ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, മോഹിനിയാട്ടം, ഭരതനാട്യമൊക്കെ, കാന്താര, അതൊക്കെ എന്ത് ഭംഗിയെന്നറിയോ. ശരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞ ജീവൻ തുടിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ശരിക്കും ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഹാറ്റ്സ് ഓഫ് ആണ് അദ്ദേഹത്തിന്. ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കുന്നത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനൊന്നും അറിയില്ല. ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടല്ല ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എത്ര ചോദ്യങ്ങൾ ചോദിക്കാന്നോ അങ്ങനെയൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് ഓർമ്മകൾ വന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അവിടെ തിരക്കായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാലേ നമ്മൾ ലൂബസിന്റെ വീഡിയോ എടുക്കാനാണല്ലോ വന്നേക്കണത്, കൂട്ടത്തിലാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലൂബസിന്റെ കുറച്ചുകൂടി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രകാശിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയും കാട്ടിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ പ്രകാശിന്റെ വർക്ക്ഷോപ്പിന്റെ ഉള്ളിലത്തെ കാഴ്ചകളും പുതിയ പുതിയ വണ്ടികൾ. നമ്മുടെ ലൂബസ് അതിന്റെ വർക്ക് പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഇതിന്റെ വർക്ക് കഴിയും. അപ്പോൾ സിനിചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കണ്ട, ഇതൊക്കെയാണ് പെയിന്റിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഇതുവരെ ലേറ്റ് ഇല്ല തീരെ. വേണ്ട, ഈ വണ്ടി ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇനിയൊക്കെ ഇത് മാറ്റം വരും കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് വർക്കിനായിട്ട്. ലൈറ്റിൻ്റെ ഒരു പരിമിതി ഉണ്ട്, അതാണ് ഇങ്ങനൊരു സംഭവം വീഴണ. ലൈറ്റ് കുറവാണ് ഇവിടെ. വളരെ ചെറിയൊരു ഏരിയയാണ് അവിടെ അടുത്താണ്. അപ്പോൾ കണ്ടത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ പോലെ പെയിൻ്റൊക്കെ ഇങ്ങനെ അടിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. കണ്ട, ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഫുള്ള് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ഈ സംഭവം ഇട്ടതിന് ശേഷം കണ്ടത് മൊത്തം മൂടിയിട്ടൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ ഇതിന് മുകളിലാണ് ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. അതായത് ഈ സാധനം എന്തോ ഒരു റബ്ബർ ഷീറ്റ് പോലത്തെ ഷീറ്റ് ഉണ്ട്, അതിന് മുകളിൽ ഔട്ട്ലൈൻ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് പെയിൻ്റ് അടിക്കുക കേട്ടോ. എന്താ സെറ്റപ്പ് അല്ലേ. ഇതാണ് പ്രകാശ്. കുറേ വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ ഒന്ന് കാട്ടിത്തരാം. എത്ര വണ്ടികളാണല്ലേ, എത്ര വണ്ടിപ്രാന്തന്മാരുടെ വണ്ടികൾ ഇവിടെ കിടക്കണേ. അപ്പോൾ ഇവിടെ ചേട്ടൻ എന്നിട്ട് അതിങ്ങനെ ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലൂബസ് ഇത് കഴിഞ്ഞ് പിന്നെ സർവീസ് ബസ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഇവിടെ ഡെലിവറി ഫംഗ്ഷൻ വന്നാൽ മതി, അപ്പോൾ പെയിൻറ്റിങ്ങും കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഇതുപോലെ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞ വേറെ ഒന്നുണ്ടല്ല, ഇവിടെ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഏരിയ കൊണ്ടേ നമുക്കങ്ങനെ ഉറക്കെ പറയാൻ പറ്റില്ല.
ഫ്രണ്ട് ഭാഗത്ത് ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൂബസിൻ്റെ വർക്കുകളൊക്കെ ഒരുവിധം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത്. ഇങ്ങനെയൊക്കെ കിടക്കുന്ന വണ്ടിയാണ് പിന്നീട് എന്താല്ല വേറൊരു ലെവലിലേക്ക് എത്തണം. ഇവിടെ വേറൊരു വണ്ടി നിൽക്കുന്നുണ്ട്, അതിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, സിനി ചേട്ടൻ. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ ശരിക്കും വീഡിയോയിൽ നിങ്ങൾക്ക് പതിയില്ല, കാണില്ല, പക്ഷെ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് അതുപോലെയാണ് ഔട്ട്ലൈനുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് അഴുത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞാലാണ് ഇത് മനസ്സിലാവുള്ളൂ. സൈഡ് ഇതുപോലെ ഔട്ട്ലൈനുകൾ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, മനസ്സിലായോ? കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഇത്. സിനി ചേട്ടൻ വളരെ എളുപ്പമാണെന്ന് പറയും, പക്ഷേ ഇത് വളരെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും സിനി ചേട്ടനെ പോലത്തെ ആളെയൊക്കെ നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, ഒരു പൊന്നാടമായിട്ട് സ്വീകരിക്കേണ്ടതാണ് ഈ ഫാൻസ് കുട്ടികൾ. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ തുള്ളി കളിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വണ്ടിയുടെ പോലത്തെ പെയിൻ്റാണ്. ഈ പെയിൻ്റ് ഇല്ലാതെ ഇപ്പോൾ കണ്ടില്ലേ കളർ കോഡ് വന്നപ്പോൾ ആൾക്കാരുടെ മൂഡ് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പ്രകാശിൽ എല്ലാ വണ്ടിയുടെയും നമുക്കങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പതുക്കെ പറയുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇതിന് ഓണർമാർ പറഞ്ഞാൽ പോലും ഇവിടെ കേൾക്കില്ല. ഇവിടെ കുറേ സീറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്യാമറയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് വരെ ക്യാമറയിൽ അവർക്ക് കാണാൻ പറ്റും. പിന്നെ സീനാണ്. ഈ സൈഡിലൊക്കെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ പണിയുണ്ട്. അപ്പുറത്തൊക്കെ വണ്ടികളുണ്ട് കേട്ടോ. വണ്ടിയുടെ വർക്ക് എത്ര കൊണ്ടുണ്ട് ആയി എന്ന് കയറാൻ പറ്റും നോക്കാം. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പ്രകാശിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്നത്. ഇവരായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പ്രകാശിൻ്റെ ഉള്ളിലും കയറാൻ പറ്റി. സീറ്റൊന്നും ഇല്ലാതൊരു വണ്ടി കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ പറ്റണം എനിക്ക്. ഞാൻ ഇതുവരെയായിട്ടും സീറ്റില്ലാതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സീറ്റില്ലാതൊരു വണ്ടിയൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ എല്ലാവരും ഒന്ന് മുകളിൽ ഈസ്റ്റർ ഇത് വെക്കാൻ വേണ്ടിയിട്ടേ അവിടെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈസ്റ്റർ ഇത് വരിക. അപ്പോൾ വർക്ക് ആകെ ഇരുട്ടാണ്. അറിയാലോ, പ്രകാശിൻ്റെ ഉള്ളാണ് കണ്ടില്ലേ മൊത്തം അടച്ചു കെട്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നമുക്ക് വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സെറ്റപ്പിലൊക്കെ എടുക്കണേ കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തൂടെ നിന്നിട്ട് കാട്ടിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേ മുന്നേ നിങ്ങൾക്കൊരു കാര്യം കൂടി കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടിയും കാര്യങ്ങൾ കൂടി കാട്ടിത്തരാം. അപ്പോൾ ഔട്ടർ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ ഇതാണ് എൻ്റെ വർക്ക്. ചേട്ടന് ഇവിടെ അങ്ങനെ ഇങ്ങനെയാണ് സെറ്റപ്പ്. ഇനി വേറൊരു കാര്യം കൂടി കാട്ടിത്തരാം. ഇവിടെ നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വർക്ക് അതിന് ഒരു പ്ലാസ്റ്റർ എന്തൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഒന്നല്ല എന്താ കട്ട് ചെയ്ത് അപ്പോൾ അതെ അവിടെ ഇരുന്ന് അങ്ങനത്തെ ഒരു ചെയറൊക്കെ വെച്ച് അതിന് മുകളിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആണ്. തൂക്കിയിട്ടുള്ള പെയിൻറ്റാണ്. അദ്ദേഹം പൈസ പറഞ്ഞത് തെറ്റില്ല. അതിനൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം വർക്ക് അവിടെ ചെയ്യട്ടെ. നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യേണ്ടതായിരിക്കും. ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അതും കുറച്ച് പെയിൻറ്റ് നടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട് കേട്ടോ. ഈ ടർപ്പൻ്റെ മണേ ഭയങ്കര എളുപ്പമല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ അലർജി ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അടിക്കുക തലയിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 5 മണിക്ക് എടുക്കണേ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ആകെ ഇരുട്ടാണ് ഈ ഒരു പ്രകാശിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക. സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും, അതും ക്ഷമിക്കുക. ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പെയിൻറ്റ് അടിക്കണതിൻ്റെയും ഇതിലൊക്കെ ആയിട്ട് ഫിനിഷറിൻ്റെ ഒക്കെ അതും വണ്ടി വെച്ച ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്.
വീഡിയോ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാൻ മതിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം. ഓക്കെ.